ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഇനി വരാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഗോമതി ആണെന്നുണ്ടെങ്കിൽ ദേവീനെ വളരെയധികം ശപിക്കുന്നുണ്ട് കേട്ടോ. നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലടി, നീ മാത്രമല്ല നിൻ്റെ കുടുംബക്കാരും ആരും ഗുണം പിടിക്കില്ല, ഗുണം പിടിക്കാൻ പോകുന്നില്ല. എൻ്റെ മകൻ ഒരു പാവായതുകൊണ്ടല്ലേടി നീയും നിൻ്റെ കുടുംബക്കാരും ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ച് നാണം കെടുത്തിയത്, ഞങ്ങളെ മണ്ടന്മാരാക്കിയത്. നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ പറഞ്ഞാൽ മതി. എടി ദേവി, നീ ഭയങ്കര സാധനം. നിന്നെ മോളെ പോലെ ഞാൻ സ്നേഹിച്ചത് ഇനി എൻ്റെ ജന്മത്തിൽ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. നീ കാരണം എൻ്റെ പാവം ധർമ്മൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പോയതുപോലും നീ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലല്ലോ. അയ്യോ അമ്മ, എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു എന്ന് ദൈവം പറയുമ്പോൾ ദേവി പറയുന്നുണ്ട് കേട്ടോ, നിർത്തടി, ഇനി നീ പറയുന്നത് ഒന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. രാത്രി കിടക്കുന്ന സമയത്ത് ഗോമതിയുടെ മനസ്സിൽ ഫുള്ളും ദേവിയും മുമ്പ് കാണിച്ച സ്നേഹവും പരിഗണനയും, ദേവി തനിക്ക് തന്ന സ്നേഹവും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോമതി മീനാക്ഷി അങ്ങനെ തന്നെയാണ് കേട്ടോ. ദേവി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മീനു ഭക്ഷണം വാരി കൊടുത്തതും അതുപോലെ തന്നെ ദേവിയുടെ എല്ലാ വിഷയത്തിലും മീനാക്ഷി കൂടെ നിന്നിട്ടുണ്ട്. മീനാക്ഷി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പോഴും ദേവി കൂടെ നിൽക്കുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് മീനാക്ഷിയും പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ബാലനാണെങ്കിൽ രാവിലെ തന്നെ ഇങ്ങോട്ടാണോ വരണം, ഇവിടെ ഒരു വിശേഷം ഉണ്ടെന്ന് വിളിച്ച് ഉദയഭാനുവോട് പറയാണ്, ഇങ്ങോട്ട് വേഗം വരണം എന്ന് ഉദയഭാനുവോട് ബാലൻ പറയാണ്. ശരി ബാല, ഇനി എനിക്ക് നാളെ ഹൈദരാബാദ് ഒരു മീറ്റിംഗ് ഉണ്ട്, 2 കോടി രൂപയുടെ ഒരു മീറ്റിംഗാണ്. അത് ഞാൻ ക്യാൻസലാക്കിയിട്ട് ബാലൻ പറഞ്ഞ പരിപാടിക്ക് വരികയാണ്. എനിക്ക് മീറ്റിങ്ങിനേക്കാളും കോടികളേക്കാളും വില ബാലനാണ്, മനസ്സിലായോ? ഞാൻ നാളെ രാവിലെ തന്നെ വരാം എന്ന് ഉദയഭാനു പറയാണ്. ബാലൻ മനസ്സിലാക്കാണ്, നാളെ അയാൾ വരട്ടെ, അയാൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാല ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഉദയഭാനുവും ഭാര്യയും കൂടി രാവിലെ അങ്ങ് വരികയാണ്. ബെല്ലടിക്കുമ്പോൾ തന്നെ ബാലന് മനസ്സിലായിട്ടോ ഉദയഭാനു വരുന്നതെന്ന്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ ആരും ശബ്ദിക്കരുത്, ഞാൻ കൊണ്ടുവന്ന ആലോചന തന്നെ ഇങ്ങനത്തെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നായ ഒരു വൃത്തികെട്ട കുടുംബത്തിലേക്ക് കയറി വന്നതിന് കാരണം ഞാനാണ്. അപ്പോൾ ഞാൻ സംസാരിച്ച് മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി എന്നൊക്കെ ബാലൻ പറയുകയാണ്. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും കൂടി രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നു. ബാല, ഹലോ ബാല, എന്താ ഇവിടെ വിശേഷം ഏതായാലും പറയാത്തത് കൊണ്ട് ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ പറ്റിയില്ല. ബാലൻ, ഞാൻ പറഞ്ഞില്ലേ 2 കോടി രൂപയുടെ ബിസിനസ് നിർത്തി വെച്ചിട്ട് ഇവിടേക്ക് വന്നത്. അല്ല, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നല്ലേ? അല്ല, മോളെവിടെ? എൻ്റെ മോളെവിടെ? ദേവി എവിടെയല്ല? ഗോമതി ചേച്ചിയുടെ മുഖത്ത് എന്താ വല്ലാത്തൊരു വിഷമം, എന്താ ക്ഷീണം പോലെ, എന്താ അസുഖം വല്ലതും ഉണ്ടോ, സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. എന്തോ ഒരു വിഷമം പോലെ, എല്ലാവരും എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്, എന്ത് പറ്റി ബാല? നിൻ്റെ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ പറ, ഞാൻ തരാം പൈസ. ഉദയഭാനുക്ക് പൈസ ഒരു പ്രശ്നമേ അല്ല, ലക്ഷങ്ങൾ വേണോ, കോടികൾ വേണോ, ഉദയഭാനു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വീമ്പിളക്കുക, വെല്ലുവിളിക്കുക കേട്ടോ. അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പറയട്ടെ, ഇവിടെയും വരെ പറയട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് ബാലൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ ആനന്ദ് ക്ഷമ നശിച്ചു പോകട്ടോ. എല്ലാവരെയും വീമ്പുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കട്ടെ. എവിടെ വരെ വീമ്പിളക്കം പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ കാത്തിരിക്കണം. ആരും ഒന്നും പറയുന്നില്ല കേട്ടോ. പക്ഷേ അവസാനം സഹിയിട്ട് നമ്മുടെ ആനന്ദ് അവിടെ നിന്ന് ചാടി ഇങ്ങനെ എഴുന്നേൽക്കുക. പറഞ്ഞു, താൻ വായ അടച്ച് മിണ്ടാതിരുന്നേ, അല്ലെങ്കിൽ തൻ്റെ തലയ്ക്ക് ഈ ഫ്ലവർ വേഡ്സ് വെച്ച് ഞാൻ അടിക്കും. അയ്യോ മോനെ, മരുമകനെ, വേണ്ട മോനെ നീ എങ്ങനെയൊക്കെ ബാല, നീയൊക്കെ എന്ത് ഇങ്ങനെ പറയണ ബാല? എന്താ മോനെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവൻ ഇങ്ങനെ പെരുമാറിയില്ലെങ്കിൽ ഇതും വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ചൂലുണ്ടല്ലോ, ബാത്റൂം കഴുകുന്ന ചൂല്, അത് വെച്ച് നിങ്ങൾ 2 പേരെയും അടിച്ച് പുറത്താക്കുക വേണ്ടത്. മിസ്റ്റർ ബാലൻ, ഇതെന്താ പറഞ്ഞു വരുന്നത്? ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ മകൾ ദേവീനെ ഇവിടെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നില്ലേ? സത്യം പറയണം, താൻ താൻ ബിസിനസ് നടത്തുന്നത്, താൻ എന്ത് ബിസിനസ്സാണ് നടത്തുന്നത്, മനസ്സിലായോ? തനിക്ക് പൈസ ഇല്ലെന്ന് വിചാരിച്ചിട്ട് തൻ്റെ മകളെ ഒരു പൈസക്കാരനായിട്ട്, അല്ലെങ്കിൽ തൻ്റെ സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നല്ല ജോലിയും അഥവാ നല്ല സ്വഭാവവും ഉള്ള പയ്യൻ വേണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾ തെറ്റ് ഞാൻ പറയില്ല. പക്ഷേ
കുറച്ച് മര്യാദ, കുറച്ച് അന്തസ്സും കാണിക്കണം. നുണ പറയാതിരുന്നൂടെ നിങ്ങൾക്ക്? പണവും കാര്യങ്ങളും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. ദേവിമോളെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ അവിടെ വിവാഹം കഴിപ്പിച്ച് ആനന്ദിന് കെട്ടിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ കള്ളം പറഞ്ഞു. ആ കള്ളത്തിന് നിങ്ങൾ അനുഭവിച്ച് പറ്റൂ. ഇത് ബാലൻ്റെ വാക്കാണ്. എൻ്റെ മോൻ്റെ ജീവിതം ഞാൻ തകർത്തത്. ഞാൻ പറഞ്ഞ അനുസരിച്ചാണ് അവൻ ദേവിയെ കഴുത്തിൽ താലി ചാർത്തിയത്. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഉദയഭാനു ആണല്ലേ? നിങ്ങൾ വെറും ഒരു ചതിയനാണ്, ചതിയൻ. നിങ്ങളുടെ തലയിൽ വെച്ച വിഗ്, ആ വിഗ് അല്ലേടാ തന്നെ ഞാൻ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെയൊന്നും ആയിരിക്കില്ല ദേവിമോളെ വിചാരിച്ച് ഞാൻ ആ സംശയമൊക്കെ മനസ്സിലടക്കിയിരിക്കുകയായിരുന്നു. എല്ലാം എൻ്റെ തോന്നലായിരിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ മനസ്സിലായി. ഞാനിപ്പോൾ നിങ്ങളെ വിളിപ്പിച്ചത് വേറെ ഒന്നിനുമല്ല. ഞങ്ങളെ വഴക്കിനും ഒന്നിനും വരുന്നില്ല. നിങ്ങളുടെ മകൾ അകത്തോണ്ട് വിളിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറയുകയാണ് ശ്രീകല. ആഹാ, അത് കൊള്ളാലോ. അതെങ്ങനെ ചെയ്യാവും? ഞങ്ങളെ മകളെ ഇവിടെ കെട്ടിച്ചു കൊണ്ടുവന്നത് ഈ നിൽക്കുന്ന ആനന്ദിനെ പിന്നെ ഞങ്ങൾ എന്തിനാ മോളെ വിളിച്ചുകൊണ്ട് പോകുന്നത്? അതിന് അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ഗോമതി. അതുകൊണ്ട് നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് പോയിക്കോ. ഇനി ഇവിടെ ഇങ്ങനത്തെ ഒരു മരുമകൾ ഞങ്ങൾക്കില്ല. മര്യാദയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിക്കോ എന്ന് ഗോമതി പറയാണ്. സമ്മതിക്കുന്നില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ ദേവിമോളെ വിളിച്ചുകൊണ്ട് പോവില്ല. നോക്ക്, ഞങ്ങൾ കോടതി കയറും. ആഹാ, എന്നാൽ കോടതി കയറി കാണാലോ. നിങ്ങൾ കാണിച്ച കള്ളത്തരവും ചതിയും കോടതിക്ക് മുമ്പിൽ ഞങ്ങൾ ഹാജരാക്കും. ആനന്ദ് പറയുന്നുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ദിവസം കോമഡി സ്റ്റോഴ്സിൽ നിന്ന് പണം അടിച്ചു മാറ്റിയ അതിൻ്റെ വീഡിയോ റെക്കോർഡ് വരെ എൻ്റെ കയ്യിലുണ്ട്. അത് കോടതിയെ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ആരായിരിക്കും അകത്ത് കിടക്കുന്നത് എന്ന് പറയുക? കാര്യമില്ലല്ലോ. കള്ളം കാണിച്ച് ചതിച്ച് എന്നെ ആയിട്ട് വിവാഹത്തിന് നിങ്ങളുടെ മകളെ നിർബന്ധിച്ചത്. അത് നിങ്ങൾ രണ്ടുപേരും പുറത്തു പോകേണ്ടി വരും. പിന്നെ മകൾക്ക് എടുത്തു തന്ന സ്വർണം ഉണ്ടല്ലോ, അതൊക്കെ വെറും പൂച്ചല്ലേ. അങ്ങനെ പറഞ്ഞ് എന്തൊക്കെയോ രീതിയിൽ ഞങ്ങളെ ചതിച്ചു. നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് പോലും തിരുത്താൻ വേണ്ടി നോക്കി. ഇതിനെല്ലാം കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. സാക്ഷികളൊക്കെ ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറയാണ്. പിന്നീട് അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ അവരങ്ങനെ നിരത്തി വെച്ചേക്കുമല്ലേ. പിന്നെ എന്ത് കാര്യങ്ങളാണ് അവർ പറയുക? എന്നാലും കുറച്ച് നേരം ദേവിയുടെ അമ്മ മൽപ്പിടുത്തമൊക്കെ പിടിച്ചു നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല. ദേവി അടുത്ത് ഗോമതി പറയുന്നുണ്ട്, ദേവി നിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, ഇറങ്ങിപ്പോടി ഇവിടുന്ന്. അമ്മേ പ്ലീസ് അമ്മേ, എന്നെ പറഞ്ഞു വിടില്ലേ അമ്മേ? ഇല്ലടി, നിന്നെ ഞാൻ ഇവിടെ വാഴിക്കാം, ഇറങ്ങടി പോടി എന്ന് പറയുമ്പോഴേക്കും ദേവി വേണ്ട അമ്മ വേണ്ട, പ്ലീസ് അമ്മേ ഞാൻ കാല് പിടിക്കാം എന്നൊക്കെ പറയുകയാണ്. ഗോമതി ദേവിയുടെ മുടിക്ക് പിടിച്ച് വലിച്ച് നേരെ പുറത്തേക്ക് ഇട്ടതിന് ശേഷം ഈ അപ്പം തന്നെ പുറത്തേക്ക് ആവുന്നുണ്ട് കേട്ടോ. ദേവീനെ പുറത്ത് നിർത്തുകയാണ്. ശേഷം വാതിലൊക്കെ അടയ്ക്കുകയാണ്. ദേവി കുറേ നേരം കരയുന്നുണ്ട് കേട്ടോ. അമ്മേ പ്ലീസ് അമ്മേ, അമ്മേ പ്ലീസ് അമ്മേ, വാതിൽ തുറക്കമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. ഗോമതി വാതിൽ തുറക്കുന്നതൊന്നുമില്ല കേട്ടോ. ഈ വീട്ടിൽ നിന്ന് ആരും ജോലിക്ക് പോകണ്ട, പുറത്തും പോകണ്ട, എല്ലാവരും ഇവിടെ തന്നെ നിന്നോ എന്നിങ്ങനെ പറയണം. അങ്ങനെ ദേവി കരഞ്ഞ് അവിടെ ഇരിക്കുക കേട്ടോ. സ്ത്രീകളാണെങ്കിൽ പറയേണ്ട, മതി മോളെ, ഇനി അവരുടെ മനസ്സ് മാറാൻ പോകുന്നില്ല, നീ വാ നമുക്ക് പോകാം, എവിടേക്കോ പോകാം, എവിടേക്ക് പോകാം. നിങ്ങളുടെ കുടുംബജീവിതം ഈ അവസ്ഥയിലാക്കിയത് എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ അവസ്ഥയാക്കിയത് നിങ്ങളാണ്. എൻ്റെ ആനന്ദേട്ടൻ എന്നെ വെറുത്തു, ഈ വീട്ടുകാരെല്ലാവരും എന്നെ എന്തുമാത്രം സ്നേഹിച്ച് അവരെല്ലാം എന്നെ വെറുത്തു എന്ന് ശപിച്ചു. ഇനി എനിക്ക് നിങ്ങൾ എന്ത് പറഞ്ഞ അച്ഛനും അമ്മയും ആരും വേണ്ട, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം, ശരി, ഞാൻ അവിടേക്ക് വരില്ല, ഇങ്ങനത്തെ ഒരു അച്ഛനും അമ്മയും എനിക്ക് വേണ്ട എന്ന് ദേവി ഉറപ്പിച്ചു പറയുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മുടെ സ്ത്രീകളെയും ദേവഭാനും അവരുടെ വഴിക്ക് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ദേവി മാത്രം അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ദേവിയാണെങ്കിൽ അവരുടെ കൂടെ പോയില്ല, ദേവഭാനുൻ്റെ സ്ത്രീകളുടെയും കൂടെ ദേവി പോയില്ല. അത്രയ്ക്കും മനസ്സ് മരിച്ചു കഴിഞ്ഞു അവളുടെ ദേവിയുടെ. പക്ഷേ ദേവി ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ. ഇതെല്ലാം തന്നെ നമ്മുടെ അപ്പുറത്തെ കൃഷ്ണമംഗലത്ത് കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അവസരമായിട്ട് എടുക്കാൻ നോക്കുവാണ് നമ്മുടെ അച്ഛനും രാജശ്രീയും കൂടി ചേർത്തിട്ട്. വേറൊന്നുമല്ല, ദേവീനെ പതുക്കെ നൈസായിട്ട് വിളിച്ച് ഒരു സ്നേഹം നടിച്ച് അവളെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഒന്നെങ്കിൽ ബാലനെതിരെ തിരിക്കാനുള്ള ഒരു ആയുധമായില്ലോ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ
പെരുമാറി ശ്രമിക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി. പക്ഷെ ദേവിക്കറിയാം അവർ വെറും കപട സ്നേഹമാണ് കാണിക്കുന്നതെന്നൊക്കെ. അതുകൊണ്ട് ദേവി എവിടെയും പോകുന്നില്ല. തനിക്ക് ചാവേണ്ടി വന്നാൽ ഇവിടെ കിടന്ന് ചാവോ ദേവി തീരുമാനിക്കുകയാണ്. അന്ന് ഭയങ്കര ഇടിയും മഴയും മിന്നലൊക്കെ ദേവി പുറത്ത് തന്നെ നിൽക്കുകയാണ്. മഴയും എല്ലാം കൊണ്ട് ഇതെല്ലാം തന്നെ മീനാക്ഷി ജനലരികിൽ കൂടി കാണുന്നുണ്ട്. അമ്മയെ ദേവി അടുത്ത് പുറത്ത് തന്നെ നിൽക്കുക. അമ്മയെ കുറച്ച് കഷ്ടമാട്ടോ ദേവിയെടുത്ത് അകത്തേക്ക് കയറ്റുമ്പോൾ ദേവിയെടുത്ത് അകത്തൊരു തെറ്റുമില്ല, അമ്മയെ ക്ഷമിക്കുക അമ്മയെന്നൊക്കെ കുറേ പറയുന്നുണ്ട്. മകളല്ലേ അമ്മ ക്ഷമിക്കുക അമ്മയെന്ന് പറയുന്നുണ്ട്. മീനു ഉണ്ടായ തെറ്റൊക്കെ ഉണ്ടായി, അവളുടെ ഭാഗത്തെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ശരി ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരൊറ്റ ശരി മിത്ര പറയണ്ട. എന്നൊക്കെ പറഞ്ഞാലും അപ്പച്ചി ദേവടുത്തി നമ്മൾ കാണിച്ച സ്നേഹം അത് കപടമല്ല, സ്നേഹമല്ലേ യഥാർത്ഥ സ്നേഹമാണ്. അതൊരിക്കലും പരിഗണിച്ച് ദേവടുത്തി അകത്തേക്ക് കയറ്റും. അവർ പോയി കിടന്ന് ചത്താൽ ഞാൻ അകത്ത് കയറ്റില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ദേവിയുടെ അവസ്ഥ ഭയങ്കര ഗുരുതാവസ്ഥയിലേക്ക് പോകുന്ന ഭാഗമാണ് കാണാൻ പോകുന്നത്. ദേവി മിത്രയും മീനാക്ഷിയും ഒക്കെ പറയുന്നുണ്ട്, കാല് പിടിച്ച് പറയുന്നുണ്ട്, നമുക്ക് ദേവിയെടുത്ത് ഇങ്ങോട്ട് കയറ്റ. ദേവിയെടുത്ത് മഴയും ഇടിയൊക്കെ കൊണ്ട് അവിടെ തന്നെ നിൽക്കുവാണ്. ഗോമതി അമ്പിനും വില്ലിനും എടുക്കണില്ല. എന്നാന്ന് വെച്ചാൽ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ആ സ്നേഹം മനസ്സിലാക്കാത്ത എന്തുണ്ടെങ്കിലും തുറന്നു പറയായിരുന്നു, ഒരു മോളെ പോലെ കൊണ്ടേ നടന്നതല്ലേ എന്നൊക്കെയാണ് നമ്മുടെ ഗോമതി പറയുന്നത്. പക്ഷേ ഗോമതിയോട് ഇവരോടും തുറന്നു പറയാത്തത് ദേവിയുടെ ഒരു തെറ്റാണ്. ദേവി പേടിച്ചാണ് പറയാത്തത്. ഇതൊക്കെയാണ് അടുത്ത വീഡിയോസിൽ വരാൻ പോകുന്ന ഭാഗങ്ങൾ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ടേക്ക് കെയർ. ബൈ ബൈ.